കോട്ടയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ അധ്യയനം പ്രതിസന്ധിയിലായിട്ട് ദിവസങ്ങളായി. തുടർച്ചയായി അധ്യയന ദിവസങ്ങൾ നഷ്ടമാകുന്നതിന്റെ ആശങ്കയിലാണ് രക്ഷിതാക്കളും അധ്യാപകരും. കുട്ടികളുടെ പഠനം മുടങ്ങുന്നതിൽ വിഷമമുണ്ടെന്നും അധികൃതർ പകരം സംവിധാനം ഒരുക്കിയാൽ മാറുമെന്നും ദുരിതബാധിതർ അറിയിച്ചു. അങ്ങനെ അവസാനം കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പിനൊരു മാറ്റം വന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അറിയിപ്പ് എന്ന് പറയുന്നത് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെയും അവധി എന്നുള്ളതായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ 2 സ്കൂളുകൾക്കും ശാപമോചനം ലഭിച്ചു. ഒരു സ്കൂള് ഇന്നും, ഒരു സ്കൂള് ജൂൺ 30 തുറക്കാൻ ഉത്തരവായി. ഇത് ചിങ്ങവനം ഗവൺമെന്റ് UP സ്കൂൾ. അധ്യയന വർഷം ആരംഭിച്ചത് ജൂൺ 9. 15-ാം തീയതി ദുരിതാശ്വാസ ക്യാമ്പാക്കി. ഇതുവരെ 5 ദിവസം മാത്രമാണ് ക്ലാസുകൾ നടന്നത്. വെള്ളപ്പൊക്ക ബാധിതരായ 16 കുടുംബങ്ങൾ ഈ സ്കൂളിലാണ് താമസം. മൊത്തത്തിൽ 26 പേര്. വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾക്ക് അവിടെ വെള്ളമാണ്. സർക്കാർ നിശ്ചയിച്ച 200 അധ്യയന ദിനങ്ങൾ എങ്ങനെ പൂർത്തിയാക്കും? ആർക്കും മറുപടിയില്ല. സ്കൂളുകളുടെ നിലനിൽപ്പും ദുരിതബാധിതരുടെ സംരക്ഷണവും ജില്ലാ ഭരണകൂടം ഉറപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. അറ്റൻഡൻസിനെ ബാധിക്കുന്നതാണ് കുട്ടികളുടെ പ്രശ്നം. അതേസമയം ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതാണ് നാട്ടിലെ ഈ ക്യാമ്പിൽ എത്തുന്ന ആളുകളുടെ പ്രശ്നം. ഇതിനെ രണ്ടിനെയും കൂടി പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വരണം. അടിയന്തരമായ നടപടിയെടുക്കണം. പല കുട്ടികളും TC വാങ്ങിപ്പോകാൻ ശ്രമം തുടങ്ങി. കഴിഞ്ഞ വർഷവും ഈ സ്കൂളുകളുടെയും ഇവിടുത്തെ കുട്ടികളുടെയും ഗതി ഇതുതന്നെയായിരുന്നു. നിലവിൽ സ്കൂളിലെ കുട്ടികൾക്ക് താൽക്കാലിക ആശ്വാസമായി. പക്ഷേ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈയൊരു സാഹചര്യം വീണ്ടും ഉണ്ടായേക്കാം. ദുരിതബാധിതരും കുട്ടികളും ചെയ്യുന്ന തെറ്റെന്താണ്? ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.